ഹലോ ഗീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടോക്സ് ബ്ലോഗ്സ് ഗീസ്. അപ്പോൾ നമ്മളാണ് ഇന്ന് ഗിഗാ മെൻഷനും കാണലൊക്കെ കഴിഞ്ഞ ദിവസം ഇവിടം വരെ കളിച്ച് നിർത്തിയത്. നമ്മളെ കുറച്ച് നേരം ഒരു AFK നിന്ന് പൈസ ഉണ്ടാക്കിയായിരുന്നു. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 19 മില്യൺ ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ചുകൂടി കളക്ട് ചെയ്യാൻ കിടപ്പുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 20.7 മില്യണും കാറിലൊക്കെ ഉണ്ട്. ഗീസ് നിങ്ങൾ ബാക്ക് കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ റോബ്ലോക്സ് കളിക്കുന്ന മച്ചാന്മാരുണ്ട്, ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഗീസ് അവർക്ക്. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ കഴിഞ്ഞ ദിവസം കളിച്ച് നിർത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഗീസ്. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകണം കുറച്ച് ഗീസ്. അപ്പോൾ നമ്മളാണ് ഗീസിൽ പോയിക്കൊണ്ടിരിക്കുവാണ് എൻ്റെ മോനെ ഗീസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കളിച്ച് നിർത്തിയെന്ന് പറയാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് കുറച്ച് നടക്കാനുണ്ട്, അതാണ് ഗീസ്. അപ്പോൾ നമ്മളെ കഴിഞ്ഞ ദിവസം കളിച്ച് നിർത്തിയത് ഇവിടം വരെയാണ് ഗീസ് കളിച്ച് നിർത്തി. ഇപ്പം നമ്മൾ ഈ ക്യാഷും കാറിലൊക്കെ നമ്മൾ കുറച്ച് നേരം ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് സീനില്ല, നമുക്ക് പൈസയും കാറിലൊക്കെ കൊടുക്കാം. ഓക്കെ, നമ്മളാണ് ഗീസ് വാളും കാറൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. ഇവിടെ പില്ലറും കൊടുക്കാം. ഇതാകുമ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാം ഗീസ്. ഇത് തീർക്കാനാണെങ്കിൽ നല്ല ടൈം എടുക്കുമെന്നാണ് ഗീസ് തോന്നുന്നത്. എന്തായാലും സ്റ്റാച്ചുവും കാലൊക്കെ സെറ്റ് ചെയ്ത് എൻ്റെ അളിയ ഗീസ്, സ്റ്റാച്ചു സെറ്റ് ചെയ്ത് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് എൻ്റെ മോനെ. അപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടെ ഏകദേശം പില്ലറും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പോസ്റ്ററിന് 27 രൂപയും കാലിലൊക്കെ കൊടുക്കണം. ഓക്കെ, ഇനി 20,000. നല്ല രീതിക്ക് പൈസ പൊട്ടുന്നുണ്ടല്ലോ ഗീസ്. ഓക്കെ, ശരിക്ക് പൈസ പൊട്ടും. ഇവിടെ എന്തോ ഗീസ്, ഇവിടെ എന്തായാലും കുറച്ച് സാധനങ്ങൾ സെറ്റ് ചെയ്ത് ഇനിയിപ്പോൾ എന്തോ ഗീസ് ഇവിടെ ഒന്ന് വരണം. ഓക്കെ, ഇവിടെ വാള് നമ്മൾ സെറ്റ് ചെയ്യണം. പെയിൻറ്റിങ് നല്ല പണിയുണ്ടെന്ന് തോന്നി ഗീസ് ഇവിടെ. ഓക്കെ, നമ്മൾ പെയിൻറ്റിങ്ങുകളൊക്കെ സ്റ്റാച്ചു സെറ്റ് ചെയ്ത് ഷെൽഫ് സെറ്റ് ചെയ്ത് ഓക്കെ, ഇവിടെ റോബക്സ് കൊടുക്കണം ഗീസ്. ഓക്കെ, നമ്മളാണെങ്കിൽ ഇനി ഏകദേശം സെറ്റ് ചെയ്ത് വരുവാണ്. പെട്ടെന്ന് എല്ലാം കൊടുത്തു തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാം ഗീസ്. പക്ഷെ നല്ല പൈസ വേണം ഗീസ്, അതാണ് പ്രശ്നം, നല്ല പൈസ വേണം. ഓക്കെ, ഇതന്നെ ഗെയിമിംഗ് റൂം പോലത്തെ സ്ഥലമാണെന്ന് തോന്നി ഗീസ്. വാള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വാളും കാലൊക്കെ സെറ്റ് ചെയ്ത് ഓക്കെ. ഇനിയിപ്പം ആർക്കാടെന്നും പറഞ്ഞിട്ട് ഗെയിമിൻ്റെ ടേബിൾ ഇപ്പോൾ ഓക്കെ. പൂള് നമ്മൾ സെറ്റ് ചെയ്ത് പൂൾ ടേബിൾ എന്നിവ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഓക്കെ. നോക്കുവാണെങ്കിൽ ഇവിടെ ഇനി കുറേ സെറ്റപ്പും കാലൊക്കെ ചെയ്യാനുണ്ട് ഗൈസ്. എന്തോ ഒരു സെറ്റപ്പ് ഗെയിമിംഗ് ചെയർ. ഓക്കെ, ഗെയിമിംഗ് ചെയറൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് എന്തോ ഗൈസ്. ഓക്കെ, PC കാലൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ ലൈറ്റും കാലൊക്കെ ഇടണം. ഓക്കെ, ഇവിടെ എന്തായാലും ക്ലൗൺ മെഷീനൊക്കെ ഇടുവാണ് ഗൈസ്. നമ്മുടെ ക്ലൗൺ മെഷീനൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി. മിനി ഫ്രിഡ്ജ്, TV ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം. പ്രൊജക്ടർ എല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. എൻ്റെ അളിയ ഇപ്പോഴാണ് സംഭവം സെറ്റായത് ഗൈസ്. ലാമ്പ അത് കൊള്ളാമല്ലോ. ഓക്കെ, എല്ലാം നമുക്ക് വഴി സെറ്റ് ചെയ്യാം. പിന്നെ ലൈറ്റ് വേണ്ടേ ഗൈസ്, അതാണ് എൻ്റെ സംശയം. ഇവിടെ ലൈറ്റ് വേണ്ടേ? ഓ, സെറ്റപ്പ്. ഓക്കെ, ലൈറ്റും കൂടി ഇട്ടപ്പോൾ എൻ്റെ അളിയ സെറ്റ് ഗീസ്. ഏതാ സംഭവം കൊള്ളാം ഗീസ്. നമ്മൾ ഇത്രയും പണിയല്ലേ ഗീസ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2ഉം 2ഉം 1ഉം കാണാത്തൊരു വേഗം പോയി കാണുക ഗീസ്. ഇത് പാർട്ട് 3 വീഡിയോ കാണലൊക്കെയാണ്. ഇപ്പോൾ നമ്മളാണെങ്കിൽ ഇനി അടുത്ത ഫ്ലോർ പണിയാണ് ഗീസ് കേട്ടോ. ഓക്കെ, ഇവിടെ ഇനി അടുത്ത ഫ്ലോർ പണിഞ്ഞ് നമ്മൾ ഇനി അപ്പാവാനാണ് ഗീസ്. ഈ ഒരു സൈഡ് എന്തായാലും ഫ്ലോർ പണിയാം. ഓക്കെ, സ്റ്റാച്ചുവും കാറിലൊക്കെ നമുക്ക് സെറ്റാക്കണം ഇനി. പക്ഷേ എൻ്റെ മോനെ ഇവിടെയൊക്കെ നല്ല റേറ്റാണ് എല്ലാത്തിനും. ഓക്കെ, ഇനി ഈ ഒരു ഏരിയ നമുക്ക് ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ആ ടോപ്പിലെ ഏരിയയും ഗ്യാരേജിൻ്റെ അവിടെയൊക്കെ കുറച്ച് സെറ്റാക്കാനുണ്ട്. അതും നമുക്കിനി സെറ്റ് ചെയ്യണം ഗീസ്. ഓക്കെ, നമ്മളാണെങ്കിൽ ഇപ്പം ഇനി ഏകദേശം എല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുവരുവാണ് എൻ്റെ മോനെ. ലാമ്പും കാലൊക്കെ സെറ്റ് ചെയ്ത് ടേബിള് ഓക്കെ. ഇവിടെ കഴിഞ്ഞില്ലേ? സോ ഇനിയും ഫ്ലോർ ഉണ്ടോ? ഇതൊന്നും ഒരു അന്ത്യമില്ലേ? ഓക്കെ, നിറച്ച് ഫ്ലോറുണ്ട്, അതാ പ്രശ്നം. നമ്മുടെ ഉള്ള പൈസ കൊടുത്ത് നമുക്ക് എന്നാലും ചെയ്യാം ഗീസ്. റൂഫാ എന്താണ്? ഓ, ഇവിടെ ടോപ്പിൽ റൂഫാണെന്ന് തോന്നുന്നു ഗീസ്. എന്തായാലും അത് സെറ്റാക്കി ഇവിടെയൊക്കെ ഇനി ചെയ്യാനുള്ളതൊക്കെ വേഗം തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, ചില്ലറ പണിയല്ല, നല്ല പണിയുണ്ടെന്നാണ് ഗീസ് തോന്നുന്നു. നല്ല രീതിക്ക് പണിയുണ്ട്. നമ്മൾ പിന്നെ പൈസ കുറച്ച് ഗ്രൈൻഡ് ചെയ്ത് വെച്ചുകൊണ്ട് വലിയ വള്ളിയില്ല. ഓക്കെ, ഷെൽഫ്, ലൈറ്റ് എന്നിവരൊക്കെ സെറ്റ് ചെയ്യാം. എൻ്റെ മോനെ നമുക്കെല്ലാം വേഗം സെറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടുത്തെ കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. ഇല്ല ഗീസ്, ഇവിടുത്തെ കഴിഞ്ഞില്ല. ഇവിടെ അകത്തോട്ട് എന്തോ സെറ്റ് ചെയ്യണം. ലൈറ്റ് സെറ്റപ്പാ. ഓക്കെ, ലാമ്പ് ഇവിടെയൊക്കെ എല്ലാം സെറ്റ് ചെയ്തല്ലോടാ. ഇനി സ്റ്റെയർ, ഇനി മേളിലേക്കാന്ന് തോന്നുന്നു. ഗ്യാരേജ് ഇവിടെ അങ്ങോട്ട് സെറ്റാക്കണ്ട. ഓക്കെ, ആ ഗ്യാരേജ്
ഇതൊക്കെ സെറ്റാക്കാൻ കിടക്കുന്ന ഗൈസ്. ഏതാ എനിക്കൊന്ന് ഗ്യാരേജും കൂടി സെറ്റ് ചെയ്യണമെന്ന്. ഓക്കെ, ഗ്യാരേജ് ടോപ്പ് നമുക്ക് ഇനി ചെയ്യാൻ കിടപ്പുണ്ട് ഗൈസ്. ഓക്കെ, ഹെലികോപ്റ്ററിൻ്റെ സ്ഥലമാണെന്ന് തോന്നുന്നു. ഹെലികോപ്റ്ററിന് 1 മില്യൺ കൊടുക്കണം, അത് ലാസ്റ്റ് കൊടുക്കാം. എന്തായാലും ഇവിടെ പറഞ്ഞാൽ സ്പൂൺ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇല്ല ഗീസ്, നമ്മൾ ബൈ ചെയ്യണം. ഹെലികോപ്റ്ററൊക്കെ നമ്മൾ ബൈ ചെയ്യണം ഗീസ്. ഹെലികോപ്റ്റർ പാർക്കിംഗ് സ്പോട്ടായി. എൻ്റെ മോനെ നല്ല പൊട്ടിക്കണം ഗീസ്, ശരിക്കും പൊട്ടിക്കണം. എന്തായാലും നമുക്ക് താഴെ പോയിട്ട് പോകാം ഗീസ്. വേഗം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം. ഓക്കെ, പാർക്കിംഗ് സ്പോട്ട് സെറ്റ് ചെയ്ത് ഇവിടെ എന്തായാലും നമ്മുടെ കയ്യിലൊരു കാറുണ്ട്, അത് ഇടാം. അതെന്തായാലും പിന്നെ ഇടാം ഗീസ്. എന്തായാലും അതങ്ങനെ കിടക്കട്ടെ. ഓക്കെ, എൻ്റെ മോനെ ഇവിടെ നല്ല രീതിക്ക് പൈസ പൊട്ടും. ഇപ്പം തന്നെ കയ്യിൽ 5 മില്യൺ അങ്ങാണ്ടായി. ഓക്കെ ഗെയ്സ്, അപ്പം നമ്മളാണെങ്കിൽ ഇനിയിപ്പോൾ നൈസിലും കാലൊക്കെ പോവുകയാണ്. ഇനിയിപ്പോൾ ഇവിടെയും പൈസ പൊട്ടും. ഓക്കെ, ഇവിടെ എന്താ ചെയ്യാണ്ടൊക്കെ നമുക്ക് ചെയ്തേക്കാം. ഓക്കെ 4 മില്യൺ കയ്യിലിപ്പം 4 മില്യൺ ആയി. നമ്മുടെ ഇത് ഇപ്പം അങ്ങോട്ട് പോയപ്പോഴും കുറച്ച് പൈസ കൂടി കിടപ്പുണ്ടായിരുന്നു. ഇപ്പം 4 മില്യണും കാലത്തൊക്കെ ആയി. ഇനിയിപ്പോൾ ലോങ്ങിൽ എന്തോ ചെയ്യാൻ കിടപ്പുണ്ട്. നമുക്ക് വേഗം തന്നെ അങ്ങോട്ട് ചെല്ലാം. ഓക്കെ, ഇതെവിടെ എന്തായാലും ഇവിടുന്ന് കുറേ നടക്കണമെന്ന് തോന്നുന്നു പുറത്തേക്ക്. ഇനി പുറത്താണോ എവിടെയാണെന്ന് വലിയ പിടിയില്ല. നോക്കാം നമുക്കിത് എവിടെയാണ്. ഓക്കെ ഗീസ്, അപ്പം നമുക്കാണെങ്കിൽ ഇനി നൈസിൽ ഇവിടെ നിന്ന് ചെയ്ത് പോവാം ഗീസ്. ഓക്കെ, എന്തായാലും അടിപൊളി നമുക്കിത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്കുള്ള മാക്സിമം ട്രൈ ചെയ്യാം. ചിലപ്പോൾ ഈ എപ്പിസോഡ് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആക്കാം, അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡോ അതിൻ്റെ അടുത്ത എപ്പിസോഡോ നമുക്ക് കൊണ്ട് സെറ്റാക്കാം ഗീസ്. നമ്മളെ കൊണ്ട് പറ്റുന്നതുകൊണ്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇതെവിടെയാണ് ചെയറും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. എനിക്കൊന്ന് ഇത് ഈ സംഭവം ഇട്ട് കഴിയുമ്പം ഒരു റൂം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് അടുത്ത് വരത്തുള്ളൂ. അതെന്തായാലും നല്ല കാര്യമാണ്. ഓക്കെ, എൻ്റെ മോനെ എന്തായാലും നമുക്ക് ഇനിയും കാരണമൊക്കെ നല്ല രീതിക്ക് പൈസ പൊട്ടുന്നുണ്ട്. ഇവിടെയാണ് നല്ല രീതിക്ക് പൊട്ടുന്നത് പൈസ. ചില്ലറ പൈസ പൊട്ടുന്നൊന്നുമില്ല ഗൈസ്. എൻ്റെ മോനെ ഗൈസ്, അപ്പം നോക്കുവാണെങ്കിൽ ഞാനെന്തായാലും ഇവിടെ ഇനി ലാമ്പ് സെറ്റ് ചെയ്ത്. ഓക്കെ, എൻ്റെ മോനെ കയ്യിലെ പൈസ തീർന്നു ഗൈസ്. എന്തായാലും 2 മില്യൺ ആയി ഇപ്പം തന്നെ. ഓക്കെ, ഇതിനി ഫ്ലോറൊക്കെ പണിഞ്ഞ് വരണോ എപ്പോൾ വരാൻ ഗൈസ്. ഓക്കെ, എന്തായാലും ഗ്യാരേജിൻ്റെ അവിടെ നമുക്ക് ഇനി പയ്യെ ചെയ്യാം ഗൈസ്. എൻ്റെ ടോപ്പിൽ നല്ല രീതിക്ക് പൈസ പൊട്ടുന്നതുകൊണ്ട് നമുക്കിതൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തു പോകാവുന്ന കാര്യങ്ങളല്ലേ ഗൈസ്. അപ്പോൾ അത് തന്നെ വേഗം ചെയ്യാം. എന്തായാലും ഇനിയിപ്പം ഇതും കാരണമൊക്കെ സെറ്റ് ചെയ്യണം. ഈ റൂമും കാരണമൊക്കെ ഫുള്ള് സെറ്റപ്പ് ആക്കണം. ഓക്കെ ഗൈസ്, എൻ്റെ അളിയ സെറ്റപ്പാണ് ഗൈസ്. ഫുൾ ഇപ്പോൾ 1 മില്യണും കാറിലൊക്കെ ഉണ്ട് കയ്യിൽ. 1 മില്യണൊക്കെ ഇപ്പോൾ പൊട്ടുന്ന പൊട്ടൽ കണ്ടു ഗൈസ്. തുമ്മെന്നും പറഞ്ഞാൽ പോകുന്ന TV സെറ്റ് ചെയ്തു. ഓക്കെ, നമ്മുടെ എല്ലാ റൂമിലും ഇപ്പം മിക്ക റൂമിൽ TV ഉണ്ട്. അതുപോലെ ഗൈസ്, എന്തായാലും ക്രൗച്ച് സെറ്റ് ചെയ്ത് മാർബിള് എല്ലാം സെറ്റായിക്കൊണ്ട് വേഗം വരാം. ഓക്കെ, കയ്യിൽ ക്യാഷ് കയറണമെന്ന് തോന്നുന്നു. ഇപ്പം ഇനി ഉള്ളത് കൊണ്ട് നമുക്ക് ചെയ്യാം. 3 ലക്ഷം. ഓക്കെ, ഒരു 10-20 മില്യൺ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇവിടത്തേക്ക് പണി വേഗം തീർക്കാം. 10-20 മില്യൺ വേണം തീർക്കണമെങ്കിൽ. ഓക്കെ, പൈസ തീർന്നു. ഓക്കെ, നമ്മുടെ ഈ പൈസ തീർന്നു. എന്തായാലും ഇവിടെ നിന്ന് എടുക്കാം. ഓക്കെ, ഇവിടെ കറക്റ്റ് 1 മില്യൺ എങ്ങാണ്ടേ ഉള്ളായിരുന്നു തോന്നുന്നു. പെർ സെക്കൻഡ് അപ്പോൾ 7000 രൂപ കിട്ടുന്നുണ്ടല്ലേ. അത് എനിക്ക് സ്ലോ ആയിട്ടാണ് തോന്നി. 1 മില്യൺ പെട്ടെന്ന് അത്യാവശ്യം പെട്ടെന്ന് കയറി 1 മില്യൺ. അത് മതി, നമുക്ക് എന്തായാലും വേഗം തന്നെ ഓടിച്ചെല്ലാം. ഇനിയിപ്പോൾ എന്തായാലും പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റുമെന്ന് നോക്കാൻ വേഗം ചെല്ലാം. ഓക്കെ, ഇനിയിപ്പം മേളിലൊക്കെ കുറേ സംഭവം സെറ്റ് ചെയ്യാൻ കിടപ്പുണ്ട്. അതൊക്കെ ഇനി ഏത് കാലത്ത് സെറ്റ് ചെയ്ത് തീർക്കാനാണെന്ന് അറിയില്ല. എൻ്റെ മോനെ ഇത് സീറ്റാണെന്ന് തോന്നുന്നു. കൊള്ളാം. എന്തായാലും ഇനി ഇവിടെ സെറ്റാക്കണമല്ലേ, അതൊക്കെ ഭയങ്കര പണിയാന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ നമുക്ക് എന്തായാലും പൈസ കൊടുക്കാം. ഓക്കെ, ബാൽക്കണി. ബാൽക്കണിക്കൊക്കെ പോകുന്ന പൈസ നോക്കിയേ 1 ലക്ഷം രൂപ അടുപ്പിച്ചാണ്. എന്തായാലും നല്ല രീതിക്ക് പൊട്ടും കേസ്. ഇന്ന് ഇപ്പോൾ 8000 രൂപ പെർ സെക്കൻഡ് 8000 രൂപയായി.
ഓക്കെ 85,000 രൂപയൊക്കെ ഉണ്ട് മിച്ചം. പെട്ടെന്ന് പൈസ ഇനി പോകുന്ന പൈസ. നേരത്തെ നമുക്ക് ഒരു 20 മില്യൺ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ഇത്രയും പിടിച്ച് നിന്ന്. ഇനിയിപ്പം നടക്കുമെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് പൈസ കളക്ട് ചെയ്യേണ്ടി വരും. 5 ലക്ഷമായി. ഓക്കെ, നമുക്കെന്തായാലും വേഗം അങ്ങോട്ട് നടന്ന് ചെല്ലാം. ഇനി എന്തായാലും പൈസ കിട്ടാനൊക്കെ ഭയങ്കര ശോകമായിരിക്കും. എന്തായാലും കേസ് നമുക്ക് എന്തായാലും നോക്കുവാണെങ്കിൽ ഇനിയിപ്പം ഇവിടെ നിന്നും കാരണമൊക്കെ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഇടയ്ക്ക് എങ്ങനെ വഴി തെറ്റും കേസ്, അതാണ്. എന്തായാലും ഇടയ്ക്ക് ഇങ്ങനെ വഴി തെറ്റും. അത് ചെറിയ ശോകമാണ് കേസ്. എന്തായാലും നമുക്ക് വേഗം അങ്ങോട്ട് ചെല്ലാം. ഇവിടെ നടന്നെത്താനാ പാട്, കുറേ പോണ കേസ്. എന്തായാലും ഇത് കൊള്ളാം കേട്ടോ, സെറ്റപ്പ് കൊള്ളാം. പക്ഷെ എൻ്റെ മോനെ, നമുക്കിനി ഇവിടെയും സെറ്റ് ചെയ്യണം, അതിൻ്റെ അകത്തും സെറ്റ് ചെയ്യണം. നല്ല പണിയാണെന്ന് തോന്നുന്നല്ലോ. ഓക്കെ, ഇപ്പം തന്നെ എന്തായാലും ഇവിടെ അടുത്ത സംഭവം സെറ്റ് ചെയ്ത് പെർ സെക്കൻഡ് ഇപ്പം 7,951 രൂപ കിട്ടുന്നുണ്ട്. അത് മതി. എൻ്റെ അളിയ കയ്യിലെ പൈസ തീർന്നല്ലോ. കയ്യിൽ ഡുമ്മെന്നും പറഞ്ഞാൽ പൈസ തീർന്നു. ഇനി ഇവിടുന്ന് എപ്പോൾ കിട്ടാനായി അടുത്ത്? പെട്ടെന്ന് പൈസ ആവുന്നുണ്ടോ? അത് നല്ല കാര്യമാണ്. പക്ഷെ പെർ സെക്കൻഡ് ഒരു 10,000 കിട്ടാതെ കാര്യം നടക്കില്ല. ഓക്കെ, ഇതെന്തായാലും പെട്ടെന്നാവുന്നുണ്ട്, അതുകൊണ്ട് വലിയ സീനില്ല. 6 ലക്ഷമൊക്കെ പെട്ടെന്നാവുന്നുണ്ട്. എൻ്റെ മോനെ, ഇത് പെട്ടെന്നാവുന്നുണ്ട്, അതുകൊണ്ട് വലിയ വിഷയമൊന്നുമില്ല. നമുക്കെന്തായാലും വേഗം ചെല്ലാം. ഇപ്പം 674 കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നൈസിൽ പോകുവാണ്. എൻ്റെ മോനെ, നൈസിൽ അങ്ങോട്ട് പോകാൻ കേസ്. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നെത്തുമ്പോൾ തന്നെ 5-6 മിനിറ്റ് പോകും. അതാണ് നമുക്ക് ചെറിയ ശോകം. പെട്ടെന്ന് അങ്ങോട്ട് എത്തണം, അതാണ് ആദ്യം വേണ്ടത്. ലിസ്റ്റ് നോക്കുവാണെങ്കിൽ ഇതുവരെ 21% ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അതാണ്. ഇനി എത്ര കിടക്കുന്ന കേസ് കംപ്ലീറ്റ് ചെയ്യാൻ? ഓക്കെ കേസ്, നമ്മളാണെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. 1 ലക്ഷം രൂപ കൊടുത്ത് കേസ് ഇവിടെ. ഓക്കെ, ഇവിടെ വീണ്ടും 1 ലക്ഷം കൊടുത്ത്. എൻ്റെ മോനെ, പൈസ പോകുന്ന വഴി അറിയുന്നില്ല. എന്തായാലും ഇവിടെ നിന്ന് നല്ല രീതിക്ക് പോകുന്നുണ്ട്. സീറ്റിനൊക്കെ നല്ല റേറ്റ്. ഓക്കെ, പൈസ കയറുന്നു. ഇപ്പോൾ വീണ്ടും അങ്ങോട്ട് പോയി പൈസ കളക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, 6 ലക്ഷം. ഒരു 1 മില്യണെങ്കിലും പെട്ടെന്നായിരുന്നെങ്കിലേ. പെർ സെക്കൻഡ് ഒരു 10,000 വെച്ച് കിട്ടുവാണെങ്കിൽ സെറ്റാണ്. കാരണം വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കാവും. ഓക്കെ, നമ്മളാണെങ്കിൽ ഇപ്പം ഇനി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് നടക്കാൻ തന്നെ കുറേ നേരം എടുക്കും കേസ്. അതാണ് ഈ ശോകം. നമുക്ക് എന്തായാലും നൈസിലും കാലൊക്കെ അങ്ങോട്ട് പോകാം. ഞാൻ ഡെയിലി ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ വീഡിയോ കാലൊക്കെ ചെയ്യുന്നത്. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് കാണാനൊന്നും ഇല്ല കേസ്. അതാണ് ഇപ്പം വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേസ്. നമുക്ക് എന്തായാലും വീഡിയോസൊക്കെ ഡെയിലിയും കാലൊക്കെ വരുന്നുണ്ട്. ഒരു ദിവസം കൂടുമ്പോൾ വരും. അപ്പോൾ എല്ലാം വെച്ചവരും വേഗം തന്നെ പോയി കാണേണ്ടതാണ്. ഡെയിലി വരത്തില്ല, ഒരു ദിവസം കൂടുമ്പോൾ വരും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഡെയിലി കഷ്ടപ്പെട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും ഇവിടെ 1 ലാക്ക് കൊടുക്കണം. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി എല്ലാം അങ്ങോട്ട് 1 ലാക്കിൻ്റെ കളികളാണെന്ന് തോന്നുന്നു. റോബക്സൊക്കെ കൊടുത്തായിരുന്നെങ്കിൽ സെറ്റായിരുന്നു തന്നെ. ഇതാണെങ്കിൽ റോബക്സ് കൊടുക്കാനായിട്ട് കയ്യിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ എപ്പോഴേ റോബക്സ് കൊടുക്കായിരുന്നു. ഏതാ? ഓക്കെ, ഇവിടെ 4 ലക്ഷം. ഓക്കെ, 5 ലക്ഷമായി. 1 മില്യൺ ആട്ടെ. ഇത് 1 മില്യണൊക്കെ പെട്ടെന്നാകും. ഇച്ചിരി വെയിറ്റ് ചെയ്തിരിക്കണം, അതാണ് ശോകം. എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കാം നമുക്ക്. ഈ മാൻഷനും കാണാൻ ഇനി എന്തോരം പണി കിടപ്പുണ്ടെന്നും പറഞ്ഞു. എപ്പോൾ തീരാനാടാ? എന്തായാലും ഇവിടെ ഒരു വെയിറ്റ് ചെയ്യാൻ കുറച്ച് നേരം. ഓക്കെ, 7,77,000 കാണലൊക്കെ ഉണ്ട്. അവിടം വരെ അങ്ങേയറ്റം വരെ പോകണം. അതാണ് ഈ നടന്നെത്താനാണ് ടാസ്ക് കേസ്, വേറെ ഒന്നുമല്ല. നടന്നെത്തണം അവിടം വരെ. എന്തായാലും വേഗം നടക്കാം നമുക്ക്. ഇതാണെങ്കിൽ സ്പീഡും കുറവാണ്. റോബക്സൊക്കെ കൊടുത്തായിരുന്നെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഓടി എല്ലായിരുന്നു. അതുകൊണ്ട് വേറെ വിഷയമൊന്നുമില്ല. ഇനി ഇതിൻ്റെ അകത്തൊക്കെ സെറ്റാക്കണമെന്നൊക്കെ ആലോചിക്കുമ്പോൾ എന്തോ പോലെ കേസ്. എൻ്റെ മോനെ, അപ്പം നമ്മളാണെങ്കിൽ ഇനിയിപ്പം എത്താറായി അങ്ങോട്ട്. ഓക്കെ, ഇനിയിപ്പം എന്താ ടേബിളിന് പൈസ പൊട്ടി. ഓക്കെ, ടേബിളിന് നല്ല പൈസ പൊട്ടി.
ഇനിയിപ്പോൾ ഇവിടെ സൺബാത്ത്. ഓക്കെ, അതിന് സൺബാത്തിന് എന്തായാലും ഇവിടെയും പൊട്ടി. അങ്ങനെ 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 പൈസയും പൊട്ടി 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 വരുവാണ് ഗീസ്. ഓക്കെ, ഇതെന്തോ ഫയർ, എന്തോ ഒരു സനാപ്ലി. 1,12,000 വേണം ഗീസ്. എന്തായാലും ഇപ്പോൾ 5 ലക്ഷമായി. ഒരു 5 ലക്ഷമല്ലേ. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ട് പോവാം. എൻ്റെ അളിയ നല്ല ടാസ്ക് ആയി ഇത് കംപ്ലീറ്റ് ആക്കണമെന്ന് വെച്ചാൽ ഒരു 5-6 എപ്പിസോഡെങ്കിലും മിനിമം വേണം. 5-6 അതിൽ കൂടുതൽ. എന്തായാലും നമ്മൾ ഡെയിലി എന്തായാലും അത്യാവശ്യം നല്ലപോലെ ഗ്രൈൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. 20 ബില്യൺ അത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല പൈസയും കിട്ടിയതിന് ഇതങ്ങ് കംപ്ലീറ്റ് ആക്കുകയും ചെയ്യാമായിരുന്നു. പിന്നെ വേറെ ഒരു വിഷയമില്ല, വേഗം കംപ്ലീറ്റ് ചെയ്യാം. നോക്കട്ടെ, ചിലപ്പോൾ അടുത്തൊരു എപ്പിസോഡ് കൊണ്ട് നമുക്ക് ഇത് നിർത്താം ഈ ഒരു ഇത്. ഓക്കെ, ക്രൗച്ച് ഇതെന്ത് സാധനമാണെന്ന് എനിക്കറിയില്ല. ടേബിൾ. ഓക്കെ, ഇവിടെ എന്തായാലും കഴിഞ്ഞ് ഈ ഒരു ബീച്ച് സൈഡ് ഏരിയ കഴിഞ്ഞ്, അത് മതി. ബാൽക്കണി കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ഫ്ലോറാണെന്ന് തോന്നുന്നു. ഈസ് ഓക്കെ, അടുത്ത ഫ്ലോറാണ്. വാള് സെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, വാള് സെറ്റ് ചെയ്യാൻ ഫണ്ട് വേണം. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഗീസ്, ഫണ്ട് വേണം എന്തായാലും. ഓക്കെ ഗീസ്, നമ്മളെന്തായാലും കുറച്ച് ഫണ്ടും കാര്യങ്ങളൊക്കെ നൈസിൽ ഗ്രൈൻഡ് ചെയ്തായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് നേരം കൂടി ഗ്രൈൻഡ് ചെയ്തപ്പോൾ തന്നെ ഇവിടെ നിന്നും കുറച്ച് ഫണ്ട് കിട്ടി. ഇപ്പോൾ 3 മില്യൺ ഇതായി ക്യാഷും കാര്യങ്ങളൊക്കെ ഗീസ്. അപ്പം നമ്മളാണെങ്കിൽ ഇനി ഇവിടുന്ന് നൈസിൽ അങ്ങോട്ട് പോവുകയാണ്. എൻ്റെ മോനെ ഗീസ്, അപ്പം നമ്മളാണെങ്കിൽ ഇനി നൈസിൽ ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണ്. ഓക്കെ, എന്തായാലും നൈസിൽ പോകാൻ പോയി. എന്തായാലും അറിയാതെ എഴുതിട്ട് നെങ്ങിയാണ് ഗീസ്, അത് നോക്കണ്ട. എന്തായാലും ഇനിയിപ്പോൾ 3 മില്യണും കാര്യങ്ങളൊക്കെ ആയി ഗീസ്. ഇനിയിപ്പോൾ മേടിക്കണ്ട, ഇനി നമുക്ക് അത്യാവശ്യം ഗ്രൈൻഡ് ആക്കാൻ തോന്നി ഗീസ്. എന്തായാലും ഇനിയിപ്പോൾ കാണുന്ന എല്ലാത്തിനും 1 lakh റുപ്പീസിൻ്റെ അടുപ്പിച്ചാണ്. അതാണ് ഈ പ്രശ്നം. ഓക്കെ, ഇനി അങ്ങോട്ട് പോകണം, എല്ലാം സെറ്റ് ചെയ്യണം ഗീസ്. ഓക്കെ, ഇതെന്ത് ഗീസ്, എന്ത് കൊള്ളാലോ. ഓ, പെയിൻറ്റിങ് ആണെന്ന് തോന്നുന്നു സംഭവം. കൊള്ളാം, ഇതൊക്കെ കൊള്ളാം ഗീസ്, അടിപൊളി. എൻ്റെ മോനെ, ചില്ലറ പണിയൊന്നുമല്ല, നല്ല പണിയാണ് ഗീസ് ഇത്. ഓക്കെ, 2 മില്യണൊക്കെ ടുമ്മെന്നും പറഞ്ഞ ഗീസ് ഇറങ്ങുന്ന ബെഡാ. ഓ, ഇത് ചെയ്യുമ്പോൾ തന്നെ പകുതി പോയി പൈസ, ഇനിയിപ്പോൾ പോകാനൊന്നുമില്ല. ഓക്കെ, വാള്. ഓക്കെ, സെപ്പറേറ്റ് റൂമാണെന്ന് തോന്നുന്നു. അത് ശരി ഗീസ്, എല്ലാം സെപ്പറേറ്റ് ആണ്. കയ്യിലെ പൈസ തീർന്നു, ഇപ്പം തീരും ഗീസ്. ഓക്കെ, കയ്യിലെ പൈസ ഫുള്ളും തീർന്നു. എന്തായാലും ഇതും കൂടി ടോയ്ലറ്റും കൂടി റെഡിയാക്കുമ്പോൾ തീരുമെന്ന് തോന്നുന്നു. അടിപൊളി. ഞാൻ പറഞ്ഞ പോലെ തന്നെ ടോയ്ലറ്റ് പകുതി റെഡിയാക്കിയതേയുള്ളൂ, അതിന് മുന്നേ തന്നെ തീർന്നു. 2 മില്യൺ എന്നും പറഞ്ഞു. 2 അല്ല, 3 മില്യൺ. സോറി, തെറ്റിപ്പോയി. 3 മില്യൺ പെട്ടെന്ന് പോയി. എന്തായാലും ഇതിപ്പോൾ 1 മില്യണാവും, അതൊരു വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇതെന്തായാലും 1 മില്യൺ ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് വെയിറ്റ് ആക്കാം ഗൈസ്. എന്തായാലും 1 മില്യൺ പെട്ടെന്നാവട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, 1 മില്യൺ ആയി. നമുക്ക് എന്തായാലും വേഗം എടുത്തുകൊണ്ട് പോവാം. എൻ്റെ മോനെ, ഇതാണ് ഗൈസ് ഭയങ്കര ടാസ്ക് ഈ ഗെയിം തീർക്കാനായിട്ട്. ഇതിപ്പം 3ാമത്തെ എപ്പിസോഡാണ്. ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടും കാണാത്ത എല്ലാം വെച്ചാൽ വേഗം പോയി കാണുക. ഇതിപ്പം 3ാമത്തെയാണ്. ഇനിയിപ്പം 4-5 എപ്പിസോഡ് കൊണ്ട് എനിക്കിത് ഫിനിഷ് ചെയ്യണമെന്നാണ് ഇത് ആഗ്രഹം. എന്തായാലും ഒരു 4ാമത്തെ 5ാമത്തെ എപ്പിസോഡ് കൊണ്ട് നമുക്ക് തീർക്കാം. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഫിനിഷ് ചെയ്യണം കേസ്, അതാണ്. എന്നിട്ട് അടുത്ത റോബ്ലോക്സിലെ ഏതെങ്കിലും നല്ല ഗെയിം നോക്കി കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് എന്തായാലും ഈ പ്ലാന്റൊക്കെ എന്തിനാടാ ഈ ബാത്റൂമിൽ, അതാണ് എനിക്കറിയാത്തത്. ഓക്കെ 1 മില്യൺ കയ്യിൽ നിന്ന് പോയപ്പോൾ തന്നെ ഒരു ബാത്റൂം പണിയും. പക്ഷെ എൻ്റെ മോൻ ഇനി സ്റ്റാച്ചുവിനടുത്തത് ടോട്ടൽ എത്ര വേണോടാ, നല്ല പൊട്ടുമെന്ന് തോന്നുന്നു. ഇപ്പോൾ 1 മില്യൺ ആയി കാണൂല. ഓക്കെ, 5 ലക്ഷം വേണ്ട ആള്. പെട്ടെന്നാണെന്നുകൊണ്ട് സീനില്ലല്ലോ. പക്ഷെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇവിടെ കുറച്ച് നേരം. 1 മില്യൺ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ സീനില്ല. 1 മില്യൺ വേഗം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ സെറ്റ് ചെയ്യാം. അതാണ് ഇതിപ്പം നോക്കുകയാണെങ്കിൽ നമ്മളാണെങ്കിൽ നൈസിൽ ഇപ്പോൾ 1 മില്യൺ ആവാറായി. 7 ലക്ഷമായി. എന്തായാലും ഇപ്പോൾ 8 ലക്ഷമായി. എൻ്റെ മോനെ 8 ലക്ഷം
ഓക്കെ, നല്ല പണിയാണ്. ഇരുന്നിരുന്ന് മടുക്കും കേസ്. എന്തായാലും നമുക്ക് എന്തായാലും പറ്റുന്നത്ര ഫണ്ട് കളക്ട് ചെയ്യാം. ഓക്കെ, എന്തായാലും 1 മില്യൺ ആവും കേസ്. ഓക്കെ, 1 മില്യൺ ആവട്ടെ കേസ്, വേഗം 1 മില്യൺ ആവട്ടെ. എന്നിട്ട് വേണം നമുക്ക് അടുത്ത ഇത് സെറ്റ് ചെയ്യാം. ഓക്കെ, 1 മില്യൺ ആയി കേസ്. 1 മില്യൺ 1.16 മില്യൺ ആയി. ഇനിയിപ്പോൾ നമ്മൾ നൈസിൽ അങ്ങോട്ട് ചെല്ലുക കേസ്. വേഗം തന്നെ പരിപാടിയിൽ സെറ്റ് ചെയ്യുക. പക്ഷേ എൻ്റെ മോനെ, ഇപ്പം തന്നെ ഇത് 6 റൂം എന്തായാലും ഒരു റൂം തീർത്തിട്ട് നമുക്ക് എന്തായാലും വീഡിയോ നൈസിൽ എൻഡ് ചെയ്തേക്കാം. കാരണം എന്ന് വെച്ചാൽ ഇത് ഒരുപാട് ലോങ് ആയാൽ പ്രശ്നമാണ് കേസ്. ഒരുപാട് ലോങ് ആവരുത് വീഡിയോ. ഈ റൂം നമുക്ക് എങ്ങനെയെങ്കിലും തീർക്കണം. ഓക്കെ, ഇതെന്ത് കേസ്? അപ്പുറത്തെ റൂമാണെന്ന് നല്ലല്ല, അപ്പുറത്തെ അല്ല. ഓക്കെ, ഇത് വേഗം തീർക്കണം. ഇനി ഇവിടെയൊക്കെ എന്തോരം കിടക്കുന്നു. ഓക്കെ, എൻ്റെ മോനെ കയ്യിലെ പൈസ ആയിരുന്നു. ഇനി ഇവിടെയൊക്കെ സെറ്റ് ചെയ്യണം. എൻ്റെ മോനെ ഇതൊക്കെ നല്ല പൊട്ടുമല്ലോടാ. ശേ, എന്തായാലും ഇപ്പോൾ പെർ സെക്കൻഡ് 10,000 കണ്ട് വെച്ചാൽ പെട്ടെന്ന് കൂടിക്കോളൂ. ഓക്കെ, ഇപ്പം എന്തായാലും 6 ലാക്കായി. 6 ലാക്ക് ഒന്നുമല്ല, ഇനിയും വേണം. എത്ര കിട്ടിയാലും മതിയാകത്തില്ല ഈസി. എൻ്റെ മോനെ 1 മില്യൺ ഒന്നും ഇനി പോരെ. ഇനി 19, 25 ട്രില്യൺ വേണം ഇങ്ങനെ പോയാൽ. ഓക്കെ, എന്തായാലും ഇത് വേഗം തന്നെ കിട്ടട്ടെ. 1 മില്യൺ ആട്ടെ. എന്തായാലും ഇപ്പോൾ 1 മില്യൺ ആവും കേസ്. ഓക്കെ, 1 മില്യൺ ആവാറായി. ഓക്കെ, ഇനി എന്തായാലും നോക്കുവാണെങ്കിൽ 1 മില്യൺ കറക്റ്റ് 1 മില്യണാണ്. പക്ഷേ എൻ്റെ അളിയാ കറക്റ്റ് 1 മില്യൺ. എന്തായാലും 1.8 മില്യൺ ആട്ടോ. പക്ഷേ എന്തായാലും 1.8 മില്യൺ ആയിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ട് പോകുന്ന മാത്രമേ അറിയത്തുള്ളൂ. പെട്ടെന്നാണ് ഇറങ്ങുന്നത്, തീരുന്ന പൈസ പോകുന്ന വഴിയേ പെട്ടെന്ന്. അപ്പം കേസ് നോക്കുവാണെങ്കിൽ നമ്മളാണെങ്കിൽ നൈസിൽ അങ്ങോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ അതും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യണം വേഗം തന്നെ കേസ്. അപ്പം നമ്മളാണെങ്കിൽ ഇനിയിപ്പോൾ അങ്ങോട്ട് ഓടിപ്പോകണം കേസ്. ഓടി എത്തുമ്പോൾ തന്നെ ഒരു സമയമാകും ഇങ്ങോട്ട്. ഓക്കെ, റൂം തെറ്റിപ്പോയി, വഴി തെറ്റിപ്പോയി, അപ്പുറത്തായിരുന്നു. എന്തായാലും നമ്മൾ മാൻഷൻ്റെ ഒരു എത്ര ശതമാനം തീർത്തു? ഇതെങ്ങനെയാണ് നോക്കുന്നത്? ഓക്കെ, 24.4%. ഇപ്പം ഇനിയും കിടക്കുന്നു. അപ്പം ഇതൊന്നും തീർന്നിട്ടില്ല. ഇതിൻ്റെ ഒരു പകുതി മാത്രം കേസ്. ഓക്കെ, ക്ലോസറ്റ് ഇതിനൊക്കെ നല്ല പോകുന്നുണ്ടല്ലോ ഇവിടെ. കൊള്ളാം. ഗെയിമിംഗ് റൂമിൽ വരെ അല്ല, ബെഡ്റൂമിൽ വരെ ഗെയിമിംഗ് സെറ്റപ്പ് അടിപൊളി. ഇനിയിപ്പോൾ ഇത് 3 സെറ്റ് ചെയ്യണമല്ലോ. പിന്നെ ഡോറും ഇപ്പോൾ ഒരു നല്ല രീതിക്ക് പൈസയും കാലൊക്കെ പൊട്ടും. പൈസ ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളത് കളക്ട് ചെയ്യാം. ഓക്കെ, എന്തായാലും നമുക്ക് കളക്ട് ചെയ്ത്. ഓക്കെ ഗൈസ്, എന്തായാലും 19,000 കിട്ടും. ഇപ്പോൾ 1 മില്യൺ ആവും. എന്തായാലും 1 മില്യൺ ആവാറായി. എന്തായാലും ഒരു 1 ലാക്ക് ആവട്ടെ. 1 ലാക്ക് ആയിട്ട് നമുക്ക് പിന്നെ സീനില്ല. 1 ലാക്ക് 2 ലാക്ക് പെട്ടെന്നാവട്ടെ ഗൈസ്. പൈസ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ വിഷയമൊന്നുമില്ല. ഓക്കെ, 1.5 ഒക്കെ കൊണ്ടുപോകുന്ന മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ തീരും ഇതൊക്കെ പെട്ടെന്ന്. അങ്ങോട്ട് പെട്ടെന്ന് ഓടിച്ചെല്ലണം. ഇതാണെങ്കിൽ ഈ പയ്യ അനങ്ങിയേ പോകത്തുള്ളൂ. നമുക്കെന്തായാലും വേഗം തന്നെ തീർക്കണം കേസ് ഈ ഗെയിം. ഈസപ്പം നോക്കുവാണെങ്കിൽ നമ്മളാണെങ്കിൽ അങ്ങോട്ട് ഓടിച്ചെല്ലുവാണ്. ഇപ്പം എന്താക്കുമെന്ന് അറിയില്ല. പക്ഷെ എൻ്റെ അളിയാ എത്ര ഓടി കേസ്, എത്തുന്ന പോലും ഇല്ല. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ ഡോറിനടുത്ത ഇപ്പോൾ ഡോർ അപ്ഗ്രേഡ് ചെയ്യുന്നില്ല. ചെയ്യാം, അത് നമുക്ക് എന്തായാലും ഇവിടെ ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ ഗീസ്, എന്തായാലും നമ്മൾ ഡോറും കാണലൊക്കെ എന്തായാലും അപ്ഗ്രേഡ് അടിച്ച് കഴിഞ്ഞ് ഗീസ്. എന്തായാലും ബാക്കി എന്തായാലും അടുത്ത പാർട്ട് 4ലും കാണാം. അപ്പോൾ റോബ്ലോക്സ് കളിക്കുന്ന എല്ലാ മച്ചന്മാർക്കും ഷെയർ ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗീസ്. അപ്പോൾ ഈ വീഡിയോ കാണാൻ ഇത്ര ഗീസ്. അടുത്തൊരു വീഡിയോ കാണുന്ന ഗീസ് എല്ലാ മച്ചന്മാർക്കും ബൈ ഗീസ്.